അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കണം. എനിക്കും കുടുംബത്തിനൊക്കെ അൽഹംദുലില്ലാഹ് വലിയ കുഴപ്പമില്ലാതെ പോകണം. അപ്പം ഇന്ന് ഞാൻ പറയണത് എന്താണെന്നറിയോ, എൻ്റെ ലൈവിൽ കുറച്ച് ദിവസമായിട്ട് ഒരു കുട്ടി വരവുണ്ടായിരുന്നു. അപ്പോൾ കുട്ടിയുടെ പേരൊന്നും ഞാൻ പറയണില്ല കേട്ടോ, കോട്ടയത്തുള്ളതാണ്. അപ്പോൾ ഇന്നലെ ലൈവിൽ വരാൻ തുടങ്ങി അന്ന് മുതൽ ഈ കുട്ടി ഞാൻ ലൈവ് ഇട്ട അപ്പം തന്നെ കയറും. അപ്പോൾ അവൾക്ക് തന്നെ 4 മക്കളുണ്ട്. 34 വയസ്സ്, 4 മക്കൾ, അമ്മയുണ്ട്, ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയി. അങ്ങനെയാണ് ഈ കുട്ടിയുടെ തന്നെ അവസ്ഥ. അപ്പോൾ ഇന്നലെ ലൈവ് കയറിയപ്പോൾ ആരൊക്കെ എന്തൊക്കെ ലൈവ് കൂടെ ചോദിക്കുന്നുണ്ട്. കാരണം നല്ല പരിചയമായി, നല്ലൊരു സ്നേഹമുള്ള കുട്ടിയാണ്. അപ്പോൾ നല്ല പരിചയമായി എല്ലാവർക്കും. അപ്പോൾ എന്താണ് ഇങ്ങനെ വിട്ട് മെസ്സേജ് വരുന്നത്, എന്താ എവിടേക്കാ മുങ്ങണ് എന്ന് നിങ്ങളെ കൂട്ടത്തിലുള്ളവർ ചോദിച്ചപ്പോൾ ഈ കുട്ടി പറഞ്ഞു ഞാൻ മരിപ്പ് വീട്ടിലാണെന്ന് പറഞ്ഞു. അപ്പോൾ മരിപ്പ് വീട്ടിൽ ആരാ മരിച്ചത്, സ്വന്തക്കാരാണോ പുറത്താണോ എന്നൊക്കെ നമ്മളെ ലെവലിൽ വരുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ജുമൈല, ഷായി, ജമാൽ അങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു എൻ്റെ വലിയച്ഛൻ്റെ മകൻ്റെ മോളാണ് എന്ന് പറഞ്ഞു. വലിയച്ഛൻ്റെ മകൻ്റെ മോളെന്ന് തോന്നുന്നു കേട്ടോ പറഞ്ഞത്, എനിക്ക് ഉറപ്പില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു മോളാണെന്ന് പറഞ്ഞപ്പോൾ പ്രായമുള്ള ആളാണോ എന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടി പറഞ്ഞു 19 വയസ്സേ ഉള്ളൂ എന്ന്. അപ്പോൾ 19 വയസ്സുള്ള ആൾ ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു മരിക്കാൻ കാരണം എന്താ ചെയ്യാന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഈ കുട്ടി സൂയിസൈഡാണെന്ന് പറഞ്ഞു, ആത്മഹത്യ ചെയ്തു പറഞ്ഞു. അത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. അപ്പോൾ പിന്നെ എല്ലാവരും ചോദ്യമായി എന്തായിരുന്നു, എന്താണ് പ്രശ്നം എന്നൊക്കെ. അപ്പോൾ ഇവൾ 2 വർഷമായിട്ട് ഒരു ചെറുപ്പക്കാരനുമായിട്ട് സ്നേഹത്തിലായിരുന്നു എന്ന് പറഞ്ഞു. ഈ 2 വർഷമായിട്ട് സ്നേഹത്തിലായി വിവാഹം കഴിച്ചോളാം എന്നുള്ളൊക്കെ വാഗ്ദാനമൊക്കെ കൊടുത്ത് ഇവർ രണ്ടുപേരും ഒന്നിച്ച് പോവുക, ഫോട്ടോ എടുക്കുക, ബീച്ചിൽ പോവുക, അവിടെ ഇവിടെയും ഹോട്ടലിൽ കയറുക, അങ്ങനെയൊക്കെ എല്ലാം ഇവർ നടത്തിയിട്ടുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും എന്തൊക്കെ ചെയ്യുക അതെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ കുട്ടി ഗർഭിണിയായപ്പോൾ അവനോട് പറഞ്ഞപ്പം പിന്നെ അവൻ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, സംസാരിക്കില്ല. ഇത് 2 കുടുംബത്തിനും അറിയാമെന്നാണ് പറയുന്നത്. കാരണം അവനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവളെ ഫോണിൽ നിന്ന് അവനും അവളുമായിട്ടില്ലേ ബീച്ചിലും അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന വീഡിയോസും അങ്ങനെ എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെ ചെക്കൻ്റെ കുടുംബത്തിൽ പോയി പെണ്ണിൻ്റെ കുടുംബക്കാർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് DNA ടെസ്റ്റ് എടുക്കണം, ഞങ്ങൾക്ക് ഉറപ്പില്ല എന്നത്രേ പറഞ്ഞത്. അപ്പോൾ പൊന്നുമക്കളെ, പെൺമക്കളെ, ഇത്രയേ ഉള്ളൂ ആണുങ്ങൾ, നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾ ചിന്തിച്ചിട്ട് ഓരോരോ എന്തെല്ലാം നിങ്ങൾ സ്നേഹത്തിൽ വാങ്ങുകയും കൊടുക്കുകയും ചെയ്താലും നിങ്ങളൊരു കുടുംബജീവിതമായിട്ട് ആ സ്നേഹത്തിനെ കൊണ്ടുപോകുന്നതിന് മുമ്പേ നിങ്ങൾ ചിന്തിക്കുക, നാളെ ഈ ഒരു കുട്ടിയുടെ അവസ്ഥ എനിക്ക് വരരുത് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഇങ്ങനെ ഓരോ കുട്ടികൾ ആത്മഹത്യ ചെയ്യുമ്പോഴും ഓരോ കുട്ടികളിങ്ങനെ മറ്റുള്ളവരെ കൂടെ ഇറങ്ങിപ്പോകുമ്പോഴൊക്കെ ആ മാതാപിതാക്കളെക്കുറിച്ചും ഇതെല്ലാം ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ ആ കുട്ടിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചെങ്കിൽ അവൻ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു. 2 മാസം ഗർഭിണിയായിട്ടുള്ളൂ. ആ കുട്ടിക്കൊരു കേസ് കൊടുത്താൽ മതിയായിരുന്നു. അപ്പം തന്നെ DNA ടെസ്റ്റ് എടുത്ത് എല്ലാം ക്ലിയർ ആക്കാമായിരുന്നു. പക്ഷേ ആ കുടുംബത്തിൻ്റെ ആ കുട്ടിയുടെ നാണക്കേട് ആലോചിച്ചിട്ടായിരിക്കും ആ കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുക. അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണ്ട. കാരണം നാണം കെട്ടാലും ജീവിതമാണ് വലുത് എന്ന് കരുതുന്ന ആ കുട്ടിയായിരുന്നെങ്കിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യല്ലായിരുന്നു. അവൻ്റെ നേരെ ഒരു പോലീസ് പെറ്റീഷൻ കൊടുത്ത് പിന്നെ ഒരു DNA ടെസ്റ്റ് എടുത്ത്, പക്ഷേ അതൊക്കെ നാണക്കേട് കൂടെ വേണ്ടേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആ കുട്ടി ഒരു പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ കൈ ഒഴിഞ്ഞപ്പോൾ തന്നെ പോയി ആത്മഹത്യ ചെയ്തത്. അപ്പോൾ നമ്മൾ പെൺമക്കൾ ഒരുപാട് ചിന്തിക്കണം. നിങ്ങൾ എന്തെല്ലാം സ്നേഹത്തോടെ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുകയും എല്ലാം ചെയ്യുകയാണെങ്കിലും ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കരുത് ആദ്യം തന്നെ. അത് കടന്നു കഴിഞ്ഞാൽ നിങ്ങളെ ജീവൻ ഒരു പക്ഷേ ഉറപ്പില്ല. ഇതേമാതിരി അവരൊഴിഞ്ഞങ്ങ് പോകും. അവർ പിന്നെ DNA ടെസ്റ്റ് എടുക്കണം, മറ്റേ ടെസ്റ്റ് മറിച്ചേ ടെസ്റ്റ് എന്നൊക്കെ പറയും. അതുവരെ ഈ ഗർഭം കാത്തു നിൽക്കില്ല. അതിനു മുമ്പേ ജനങ്ങൾ പലതും പറയും. നിങ്ങൾ സ്നേഹിച്ചതാണെന്നോ വേറുള്ളതാണെന്നോ ഒന്നല്ല, പലതും ആയിരിക്കും പറയാം. ഏതായാലും അവൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ ഫോട്ടോയും ഇതെല്ലാം അവളെ ഫോണിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ലൈവിലായതുകൊണ്ട് ഞാൻ അധികം ചോദിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ വല്ല ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഇന്ന് വരികയാണെങ്കിൽ ഇന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ തുടങ്ങിയാണ് ഇതിനൊരു വീഡിയോ ചെയ്യണമെന്ന്. ഏതായാലും പൊന്നു മക്കളെ നിങ്ങൾ സൂക്ഷിക്കുക. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ
ഓരോ പെൺകുട്ടികളും ആൺകുട്ടികൾക്കൊരു നഷ്ടം വരാനില്ല. അവർ മൂടും തട്ടിയാണ് പോകും. ലാസ്റ്റ് അവൻ്റെ കുടുംബം അവൻ്റെ കൂടെ നിൽക്കും. നിങ്ങളെ കുടുംബം പോലും നിങ്ങളെ കൂടെ ഉണ്ടാവില്ല ഒരു പക്ഷേ. കാരണം നിങ്ങൾ പെൺകുട്ടികളാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഒരബദ്ധം പറ്റിക്കഴിഞ്ഞാൽ കുടുംബം മൊത്തം നാണക്കേടാവും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകല്ലേ മക്കളെ. അതൊരു നിങ്ങളെ ജീവനെ തന്നെ എടുക്കും. അത് നിങ്ങൾ ചിന്തിക്കുക, വീണ്ടും 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 ചിന്തിക്കുക, ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക. സ്വന്തം ജീവൻ കളയണോ എന്ന് തന്നെ ചിന്തിക്കുക. നിങ്ങൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ പോകുന്നതിന് മുമ്പേ സ്വന്തം ജീവൻ കൊണ്ടാണ് ഈ അപകടത്തിലേക്ക് പോകണമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ അസ്സലാമു അലൈക്കും. കൂടുതലൊന്നും പറയണില്ല. ടാറ്റ ബൈ ബൈ. ഓക്കെ.